ഹലോ എവരി വൺ. നമ്മൾ MSNSMൻ്റെ 4ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ടോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം 4ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ദെൻ ടോർഷനാണ്, അത് കഴിഞ്ഞ് ബെൻഡിങ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടോർഷനിലാണ്. ടോർഷൻ്റെ പ്രധാനപ്പെട്ട പല തിയറീസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. അതിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോർഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കലാണ്. എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്, അതിന് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്, ഓരോ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുക, ഏത് ഇക്വേഷൻസാണ് ടോർഷൻ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത്. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ കാണുന്ന ഇക്വേഷനാണ്. PC = 2πnt/60. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ n എന്നുള്ളത് സ്പീഡാണ്. n സ്പീഡ് എന്തിലാണ് വരുന്നത്? RPMലാണ് വരുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിൻ്റെ സ്പീഡ് റവല്യൂഷൻ പെർ മിനിറ്റ് അഥവാ RPMലാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് പവർ കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിൽ PC = P എന്നുള്ളത് പവറാണ്. PC = 2πnt/60 എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ T എന്നുള്ളത് ടോർക്കാണ്. ഈ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. ഈ ഇക്വേഷനിൽ PC = 2πnt/60 എന്നുള്ള ഇക്വേഷനിൽ ടിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. ഞാനീ പറയുന്നത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ആവശ്യമുണ്ടത്. ഞാനിപ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. ഈ ഇക്വേഷനിൽ ടിയുടെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്ററാണ്, മില്ലിമീറ്റർ അല്ല. എന്താണ്? മീറ്ററാണ്. അതേപോലെ പവർ P എന്തിലായിരിക്കും? വാട്ടിലായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. അതോടൊപ്പം തന്നെ പവർ കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് T ഒമേഗ. ഈ ഒമേഗ എന്നുള്ളത് സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ആണ്. പക്ഷേ ആ സ്പീഡ് എന്തിലായിരിക്കും? റേഡിയൻ/സെക്കൻഡിലായിരിക്കും. പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം സ്പീഡ് ശ്രദ്ധിക്കണം. സ്പീഡ് RPMലാണെങ്കിൽ നമ്മൾ മുന്നത്തെ ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സ്പീഡ് റേഡിയൻ/സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ PC = T ഒമേഗ എന്നുള്ള ഇക്വേഷനാണ്. T ഒമേഗ. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടി എന്നുള്ള മീൻ ടോർക്കാണ്. ടോർക്ക് എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അതായത് പവറിൻ്റെ ഇക്വേഷൻ, പവറിൽ ഇപ്പോൾ 2 ഇക്വേഷനുള്ളത്, ഒന്നതും അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും. ഈ 2 ഇക്വേഷനിലും ടോർക്ക് T എന്നുള്ളത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഞാനിത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്കത് ആവശ്യമുണ്ട്. സോ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും ടോർക്ക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള, ഇപ്പോൾ ഈ 2 ഇക്വേഷൻ എന്തായിരുന്നു? പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു. ഇനി ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടോർക്ക് T = τ × ZP. ടോ എന്നുള്ളത് ഷിയർ സ്ട്രെസ് ആണ്. ZP പോളാർ സെക്ഷൻ മോഡുലസ് ആണ്, അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഈ ZP എന്നുള്ളത് സോളിഡ് ഷാഫ്റ്റിനാണെങ്കിൽ πd³ / 16 ആയിരിക്കും. T ഇവിടെ ഉണ്ട്, ടോ അതുവിടെ ഉണ്ട്. ഈ πd³ / 16 എന്നുള്ളത് എന്തിൻ്റെ സ്ഥാനത്താണ്? ZPയുടെ സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ അതാണ് T = τ × ZP എന്നുള്ളതാണ് ഇക്വേഷൻ. നമ്മുടെ പ്രോബ്ലത്തിൽ സോളിഡ് ഷാഫ്റ്റ് ആണോ ഹോളോ ഷാഫ്റ്റ് ആണോ നോക്കണം. സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ZPയുടെ സ്ഥാനത്ത് πd³ / 16 കൊടുക്കുക. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ZPയുടെ സ്ഥാനത്ത് π × D⁻⁴ - സ്മോൾ d⁻⁴ / 16 × D എന്ന് എഴുതി വെക്കുക. ക്യാപിറ്റൽ D എന്ന് എഴുതി വെക്കുക. ക്യാപിറ്റൽ D എന്നുള്ളത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്, സ്മോൾ d എന്നുള്ളത് ഇൻറ്റേർണൽ ഡയമീറ്റർ ആണ്. മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഈ പവറിൻ്റെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഇവിടെ T ഉണ്ട്, അല്ലേ? ടോർക്ക്. T എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്കാണ്. ഇവിടെയും എന്തുണ്ട്? T ടോർക്കാണ്. ഇവിടെ ഈ ഇക്വേഷനിലും എന്തുണ്ട്? T ഉണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ പ്രോബ്ലം തരുമ്പോൾ ഈ ഷിയർ സ്ട്രെസ് ഉണ്ടല്ലോ, ടോ സാധാരണഗതിയിൽ നിങ്ങൾക്ക് തരിക, അതിൻ്റെ യൂണിറ്റ് പ്രോബ്ലത്തിൽ തരൽ എപ്പോഴും Nm/mm² തരിക. ഈ ടോ എന്നുള്ളത് Nm/mm² തരിക. ഇനി ടിയുടെ യൂണിറ്റ് ന്യൂട്ടൺ
മീറ്ററാണ്. ടിയുടെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ ഷിയർ സ്ട്രെസ് ടോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലായതുകൊണ്ട് മില്ലിമീറ്ററിലാണ് ഇവിടെ അല്ലേ, മില്ലിമീറ്ററിലായതുകൊണ്ട് ഈ ടി എന്തിലായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾ എപ്പോഴും ടി എന്തിലായിരിക്കണം? ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കണം ഈ ഇക്വേഷനിൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇക്വേഷനിൽ എന്തായിരിക്കണം? ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കണം. എന്നാൽ ഈ ഇക്വേഷനിലോ ടി എന്തിലാ? ന്യൂട്ടൺ മീറ്ററിലാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇവിടെ ഈ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടി വേണം, ZP വേണം. ഈ ടി ചില സമയത്ത് നമ്മൾ ഇവിടെ നിന്നാണ് ടി കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടുത്തെ ടിയുടെ പ്രത്യേകത എന്താ? അത് ന്യൂട്ടൺ മീറ്ററാണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറ്റണം? ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കി മാറ്റണം. ഇനി നിങ്ങൾക്ക് പവർ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ, അതിന് ടി ആവശ്യമാണ് അല്ലേ? ഇവിടെയുണ്ട് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ടി ആവശ്യമാണ്. ഈ ടി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കുന്ന ടിയുടെ പ്രത്യേകത എന്താ? ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിരിക്കും. ആ ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താക്കി മാറ്റണം? ന്യൂട്ടൺ മീറ്റർ ആക്കി മാറ്റണം. ഓക്കെ, ന്യൂട്ടൺ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ന്യൂട്ടൺ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ഞാൻ അവിടെ നോട്ട് ചെയ്ത് തരാം, നിങ്ങളത് എഴുതി വെക്കണം. ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് എന്താക്കണം? ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കണം. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. കിട്ടുന്ന വാല്യൂവിനെ 1000 കൊണ്ട് 10⁻³ അങ്ങനെയും പറയാം. 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്, ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് അങ്ങനെ എഴുതാം, ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. 10⁻³ എന്ന് പറഞ്ഞാൽ അർത്ഥം -3 ആയതുകൊണ്ട് ഹരിക്കണം എന്നാണ്. സോ ഒന്നെങ്കിൽ 10⁻³ എന്ന് എഴുതാം, അല്ലെങ്കിൽ 10⁻³ എന്ന് എഴുതാം. സിംപിളി എന്ത് പറയാം? ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാനതൊന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഈ ഒരു പ്രോബ്ലത്തിൽ ടി എന്നുള്ളത് ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ ഷിയർ സ്ട്രെസ് എപ്പോഴും മില്ലിമീറ്ററിലാണ് തരാറ് പ്രോബ്ലത്തിൽ. ഇനി ഈ ഷിയർ സ്ട്രെസ് നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ മീറ്ററിലാതെ തന്നെ വിചാരിച്ചോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാതെ തന്നെ വിചാരിച്ചോ, മീറ്ററിലാതെ തന്നെ വിചാരിച്ചോ. അപ്പോൾ ടി എന്തിലെടുത്താൽ മതി? മീറ്ററിലെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ ടി എന്നുള്ളത് ന്യൂട്ടൺ മില്ലിമീറ്ററിലാണെന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ ഷിയർ സ്ട്രെസ് സാധാരണഗതിയിൽ പ്രോബ്ലംസിൽ ഒരു 90% അല്ലെങ്കിൽ വേണ്ട 100% ആണെന്ന് പറയാം. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ് തീരുക, മില്ലിമീറ്ററിലാണ് തീരുക. സോ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണെങ്കിൽ ഇവിടെ ടോർക്ക് എന്തിലായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു യൂണിറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പവറിൽ എല്ലാം ഇവിടെ വരുന്ന ടോർക്ക് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇവിടെ മീറ്ററിലാണ് വരിക, മറ്റുള്ളത് മില്ലിമീറ്ററിലാണ് വരിക. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു കോംപ്ലിക്കേഷൻ മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പറയാനുള്ള മറ്റൊരു ചെറിയ ഇൻഫർമേഷനും കൂടെ ഉണ്ട്. അതിതാണ്, ചിലപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു 40 MPa എന്ന് തരും. MPa മെഗാ പാസ്കൽ. നമ്മൾ സ്ട്രെസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്നും പറയാറുണ്ട് അല്ലേ. അപ്പോൾ 40 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 40 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളൊരു മീനിങ് കൂടെ അതിനുണ്ട്. അതായത് 40 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? അത് 40 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു മെഗാ പാസ്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മെഗാ പാസ്കലോ 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ 10 മെഗാ പാസ്കലോ 10 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ.
ഇവിടെ 30 മെഗാ പാസ്കലോ 30 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു അറിവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഒന്ന് ഈ 2π/t/60 എന്ന പവറിൻ്റെ ഒരു ഇക്വേഷനും ഇതേ സമയത്ത് എടുക്കുക, സ്പീഡ് RPM-ലാകുമ്പോൾ. രണ്ടാമത്തെ ഇക്വേഷൻ P=T ഒമേഗ എന്നുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എടുക്കുക, സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡ് ആകുമ്പോഴാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ T=τ×Zp എന്നുള്ള ഇക്വേഷനാണ്. സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ Zpൻ്റെ സ്ഥാനത്ത് πdq/60 എന്ന് കൊടുക്കണം. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ Zpയുടെ സ്ഥാനത്ത് π×D⁻⁴ ഡിവൈഡഡ് ബൈ 16 × D. ക്യാപിറ്റൽ D എന്നുള്ളത് ഔട്ടർ ഡയമീറ്ററാണ് ഹോളോ ഷാഫ്റ്റിൻ്റെ, സ്മോൾ d എന്നുള്ളത് ഇന്നർ ഡയമീറ്ററാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കല്ലേ. നമ്മൾ പ്രോബ്ലം വായിച്ചു നോക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, സോളിഡ് ഷാഫ്റ്റ് ആണോ ഹോളോ ഷാഫ്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പിന്നത്തെ കാര്യം, സ്പീഡ് RPM-ലാണോ സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡിലാണോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഇക്വേഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സെലക്ട് ചെയ്യണം? ഒന്ന്, സോളിഡ് ഷാഫ്റ്റ് ആണോ ഹോളോ ഷാഫ്റ്റ് ആണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. 2, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് RPM-ലാണോ റേഡിയൻ പെർ സെക്കൻഡിലാണോ എന്നും നമ്മൾ പരിശോധിക്കണം. ഓക്കെ, അത് മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സോളിഡ് ഷാഫ്റ്റാണ്. സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ഏത് സെലക്ട് ചെയ്യേണ്ടത്? ഇതാണോ ഇതാണോ? ഇതായിരിക്കണം, കാരണം ഇതാണ് സോളിഡ് ഷാഫ്റ്റിനുള്ള ഇക്വേഷൻ. τ×πdq/60 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഷാഫ്റ്റ് റണ്ണിങ് അറ്റ് 300 RPM. അപ്പോൾ 300 RPM എന്നുള്ളത് എന്താ? N ആണ് അല്ലേ. N=300 RPM എന്ന് കൊടുക്കാം. RPM ആയതുകൊണ്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ അല്ല ചൂസ് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനാണ്. കാരണം ഇവിടെ എന്താ, N എന്തിലാണ് പറഞ്ഞിട്ടുള്ളത്? RPM-ലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ N, സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് റണ്ണിങ് അറ്റ് 300 RPM. 300 RPM എന്നുള്ള ഈ വാല്യൂ എങ്ങനെ, ഏത് ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക? N എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. N ആണല്ലോ ഷാഫ്റ്റിൻ്റെ സ്പീഡിനെ കാണിക്കുന്ന ലെറ്റർ, ഇംഗ്ലീഷ് ലെറ്റർ. സോ N=300 RPM എന്ന് കൊടുത്തു. ട്രാൻസ്മിറ്റ് 200 kW. ട്രാൻസ്മിറ്റ് 200 kW എന്ന് പറഞ്ഞാൽ ഇതെന്താ നമ്മൾ മനസ്സിലാക്കണം? കിലോവാട്ട്. വാട്ട് എന്നുള്ളത് പവറിൻ്റെ യൂണിറ്റാണ്. സോ 200 kW എന്നുള്ള ഉദ്ദേശിച്ചത് പവറാണ്. പവറിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം P ആണ്. സോ പവർ P=200 kW എന്ന് കൊടുക്കാം. ഇവിടെ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് കിലോ വാട്ടിലല്ല വാട്ടിലായതുകൊണ്ട് കിലോ വാട്ടിനെ വാട്ടിക്ക് മാറ്റാൻ ചെയ്താൽ മതി, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 200 × 10⁻³ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഈസ് 100 Nm/mm². ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ ഷിയർ സ്ട്രെസ് എന്നത് മില്ലിമീറ്ററിലാണ് അല്ലേ. ഓക്കെ, ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോണല്ലോ ഷിയർ സ്ട്രെസ്, ഇത് Nm/mm² അല്ല, മില്ലിമീറ്ററിലാണ്. അപ്പോൾ T എന്തായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. പക്ഷേ പവറിൽ നിന്ന് കിട്ടുന്ന T എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന T ഇവിടെ എത്തുമ്പോൾ നമ്മൾ എങ്ങോട്ട് മാറ്റണം? മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഇവിടുന്ന് കിട്ടുന്ന T ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലത്തിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിരന്തരം സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ 200 × 10⁻³ വാട്ട് എന്ന് കിട്ടി. ഷിയർ സ്ട്രെസ് എന്നുള്ളത് ടോ എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ 100 Nm/mm². അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം വായിച്ച് അതിലെ ഗിവൺ ഡാറ്റകളെ ഇതേപോലെ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ 300 RPM ഉദ്ദേശിച്ചത് സ്പീഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ N=300 RPM. RPM ആണെങ്കിൽ N വരിക, റേഡിയൻ പെർ സെക്കൻഡ് ആണെങ്കിൽ ഒമേഗയാണ് വരിക. ട്രാൻസ്മിറ്റ് 200 kW പവറാണ്. P=200 kW. അത് നമുക്ക് എന്ത് ചെയ്തു? വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ഷിയർ സ്ട്രെസ് 100 Nm/mm². ഷിയർ സ്ട്രെസ് ടോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് 100 Nm/mm².
മനസ്സിലായെന്ന് വിചാരിക്കാം. ഇനി കാൽക്കുലേറ്റ് സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റിൻ്റെ ഇപ്പോൾ 200 കിലോ വാട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഷിയർ സ്ട്രെസ് ഉള്ള 300 RPM കറങ്ങുന്ന ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എത്ര, ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എത്ര ആയിരിക്കണം എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വലിയ ലോറികൾക്ക്, വലിയ ട്രക്കുകൾക്കൊക്കെ സാധാരണ ചെറിയ വാഹനങ്ങളെ പോലെയുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എല്ലാം ഉണ്ടായിരിക്കും, കുറച്ചും കൂടെ ഡയമീറ്ററുള്ള, തിക്നെസ് ഉള്ള, അല്ലേ, വണ്ണം കൂടിയ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എങ്ങനെ? ഇതേപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഡിസൈനിങ് പാരാമീറ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് AD ഓട്ടോമൊബൈൽ ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഇക്വേഷനിൽ ഈ 200 കിലോ വാട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. നമുക്ക് വാഹനം എന്ന് വിചാരിക്കുക, വാഹനത്തിന് 200 കിലോ വാട്ട് എൻജിൻ പവർ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഷിയർ സ്ട്രെസ് 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. എത്ര സ്പീഡിലേക്ക് ഇറങ്ങുള്ളൂ? 300 RPM ഇറങ്ങുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 200 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ഷാഫ്റ്റിന് വേണ്ട ഡയമീറ്റർ എത്ര? ചോദ്യം അതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഡയമീറ്റർ കിടക്കുന്ന ഭാഗം ഏതാ? നമുക്ക് 2 ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? ഇതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ പവറിൻ്റെ ഇക്വേഷനാണ്. ഇതിലെവിടെ ഇതിൽ ഡയമീറ്ററിൻ്റെ എന്തെങ്കിലും ടേം ഉണ്ടോ? ഇല്ല. ഇതിലുണ്ടോ? ഇല്ല. ഇതിലുണ്ടോ? ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ എന്തുണ്ട്? ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷനിൽ നിന്നാണ്. ഈ ഇക്വേഷനിൽ ഡയമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോയും വേണം, ടിയും വേണം. ടോ നമുക്കുണ്ട് കയ്യിൽ, പക്ഷെ എന്തില്ല? ടി ഇല്ല. സോ ടി കണ്ടുപിടിക്കാൻ ഐഡിയ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട്. സോ പവർ P is equal to 2πnt/60. ഈ ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. P is equal to T ഒമേഗ എന്നുള്ള ഇക്വേഷൻ അല്ല, കാരണം ഇവിടെ സ്പീഡ് RPM-ലാണ്. സോ P is equal to 2πnt/60. ഇതിൽ നമുക്ക് ടി കണ്ടുപിടിക്കാം. ടി കണ്ടുപിടിച്ചൂടെ? ടീനെ ഇവിടെ നിർത്തുക, 2πn/60 മൊത്തം എങ്ങോട്ട് കൊണ്ടുപോവുക? സമത്തിൻ്റെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ഈക്വൽ സൈഡിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ 2π എന്നുള്ള ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കവും. അപ്പോൾ താഴേക്ക് വരും. എന്ത് വന്നു? 2π എന്ന് വന്നു. 60 ഹരിക്കലാണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കലാവും. അപ്പോൾ എന്തായി? 60p എന്ന് വന്നു. ഈ 60 മോൾക്കും 2πn താഴേക്കും വന്നു. ഇവിടെ ടി ഒറ്റക്കായി. സോ ടി is equal to 60p/2π എന്നായി. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ടി കണ്ടുപിടിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 60 ഉണ്ട്. പി പവർ എന്താ? 200 × 10⁻³ എന്നാണ് അല്ലേ. കിലോ വാട്ടിലായിരുന്നു, വാട്ടിലേക്ക് നമ്മൾ മാറ്റിയതാണ്. 2π താഴെ ഉണ്ട്. n എന്നുള്ളത് RPM ആണ്, അത് താഴെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 6369.4 ന്യൂട്ടൺ മീറ്റർ ആണ്. പവറിൽ നിന്ന് കിട്ടുന്ന ഈ ടിയുടെ യൂണിറ്റ് എപ്പോഴും എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇനി നമുക്കിത് എവിടെ ഉപയോഗിക്കണം? എവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഇക്വേഷനിലാണ്. ഇനി ഈ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ട പ്രത്യേകത, ഇവിടുത്തെ ഷിയർ സ്ട്രെസ് എപ്പോഴും മില്ലിമീറ്ററിലായിരിക്കും. അപ്പോൾ ടി എന്തായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കണം. അപ്പോൾ പവറിൽ നിന്ന് കിട്ടുന്ന, വീണ്ടും നോട്ട് ചെയ്ത് വെച്ചോ, പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ടോർക്കിൻ്റെ യൂണിറ്റ് എപ്പോഴും മീറ്ററിലായിരിക്കും. അത് നമ്മുടെ ടോർഷൻ ഇക്വേഷനായിട്ടുള്ള T is equal to ടോ × ZP എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ മിക്ക സമയങ്ങളിലും ടോ മില്ലിമീറ്ററിലായതുകൊണ്ട് ടിയും എന്തിലായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. സോ അപ്പോൾ എന്ത് ചെയ്യണം? ഈ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 10⁻³ ഓക്കെ. അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്തായി? ന്യൂട്ടൺ മില്ലിമീറ്ററായി. ഇനി നമുക്ക് ടോർഷൻ്റെ ഇക്വേഷൻ അറിയാം. ടോർഷൻ ഇക്വേഷൻ അറിയാം എന്താ? T is equal to ടോ × ZP. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പ് പറഞ്ഞു എന്നുള്ളൂ. അത് നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യം ഇല്ല. T is equal to ടോ × ZP എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ ZPയുടെ സ്ഥാനത്ത് πdq/60 എന്ന് കൊടുത്തു. കാരണം സോളിഡ് ഷാഫ്റ്റിൻ്റെ ZP അതാണ്. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ സംസാരിച്ചാണ്. അപ്പോൾ T is equal to ടോ × πdq/60 എന്ന് കൊടുത്തു. ഇവിടെ D എന്നുള്ളതാണ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്, അത് മില്ലിമീറ്ററിലാണ്. കാരണം എന്താ? ഇവിടെ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണ്, ടി മില്ലിമീറ്ററിലാണ്. സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഡയമീറ്റർ എന്തിലായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഡയമീറ്റർ മീറ്റർ, ഇത് മില്ലിമീറ്റർ, ഇതൊരു മീറ്റർ, അങ്ങനെ പാടില്ല. മില്ലിമീറ്റർ ആണെങ്കിൽ എല്ലായിടത്തും മില്ലിമീറ്റർ, മീറ്റർ ആണെങ്കിൽ എല്ലായിടത്തും മീറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഈ ടി 6369.4 ന്യൂട്ടൺ മീറ്റർ ഉണ്ടല്ലോ, ഈ സെയിം വാല്യൂ വെച്ചിട്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഇത് മീറ്ററിലാണെങ്കിൽ എന്തായിരിക്കണം? മീറ്ററിലായിരിക്കണം.
ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറാണ്. മില്ലിമീറ്റർ സ്ക്വയർ താഴെ വരുന്നത് പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ മില്ലിമീറ്റർ സ്ക്വയറിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല എന്ത് ചെയ്താൽ മതി, ഈ ന്യൂട്ടൺ മീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ നമുക്കിതിലെന്ത് എടുക്കണം, ഡി എടുക്കണം. അപ്പോൾ ഡീനെ ഇവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഷിയർ സ്ട്രെസ്സും പൈയൊക്കെ ഗുണിക്കണം എന്നാണ്, 16 ഹരിക്കണം എന്നാണ്. അപ്പോൾ ഈ ഗുണിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, ഗുണിക്കണം എന്നാവും. താഴെയുള്ളത് ഇവിടെ എത്തുമ്പോൾ മുകളിലാവും, മുകളിലുള്ള ഇവിടെ എത്തുമ്പോൾ എന്താവും, താഴെയാവും. അപ്പോൾ ഡി സി ഈക്വൽ ടു 16 ഹരിക്കണം എന്നാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ എന്താവും, 16 ഇൻറ്റു ടി. പൈ ടോ ഇൻറ്റു പൈ എന്നുള്ളത് എന്താ, ഗുണിക്കണം എന്നാണ്. ടോ ഇൻറ്റു പൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ചെയ്യും, ഹരിക്കണം എന്നാവും. അപ്പോൾ ടോ ഇൻറ്റു പൈ എന്തായി, ഹരിക്കണം എന്നായി. ഇനി എന്തിനാണ് ഈ റൂട്ട്, എന്തിനാണ്, ഈ ക്യൂബാണ് ഇവിടെ അല്ലേ, ക്യൂബാണ്. സോ ക്യൂബ് റൂട്ട് ഇവിടെ, ഈ റൂട്ട് എന്താ, ക്യൂബ് റൂട്ടാണ്. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ക്യൂബ് റൂട്ട് കാണാൻ കഴിയും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഈ 16t ഡിവൈഡ് ബൈ ടോ ഇൻറ്റു പൈ എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂവിനെ ഇതേ റേസ് ടു 1/3 ചെയ്താൽ മതി, അപ്പോഴും ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ കാൽക്കുലേറ്ററിൽ ക്യൂബ് റൂട്ട് ഉണ്ട്, ആ ക്യൂബ് റൂട്ടിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ 16 ടി എത്രയാണ്, 6369.4 × 10⁻³ ഈ ടി എവിടെ നിന്നാണ് കിട്ടിയത്, ടി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പവറിൻ്റെ ഇക്വേഷനിൽ നിന്നും ടി നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ടീൻ്റെ സ്ഥാനത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ ടോ ഷിയർ സ്ട്രെസ് ആണ്, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 100 ആണ്, അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പൈൻ്റെ വാല്യൂ 3.14 എന്ന് ചിലവർ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ നിന്ന് പൈ എന്ന് നേരിട്ട് എൻ്റർ ചെയ്യാറുണ്ട്. കാൽക്കുലേറ്ററിൽ നിന്ന് പൈ എന്നുള്ള വാല്യൂ നേരിട്ട് എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും പൈയുടെ വാല്യൂ 3.14 എന്നുള്ള ഒരു റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ വാല്യൂ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്തല്ല, അതൊരു തെറ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല, നമുക്കതിന് മാർക്ക് ലഭിക്കും, അതിന് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഡി കിട്ടി എത്ര, 68.7 മില്ലിമീറ്റർ ആണ് ആൻസർ, 68.7 മില്ലിമീറ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഷിയർ സ്ട്രെസ് മിക്ക സമയത്തും മില്ലിമീറ്ററിൽ തരുന്നതുകൊണ്ട് ഈ ടി എന്തിലായിരിക്കണം, മില്ലിമീറ്ററിലായിരിക്കണം. പക്ഷേ പവറിൽ നിന്ന് കിട്ടുന്ന ടി എന്തായിരിക്കും, മീറ്ററിലായിരിക്കും. സോ ഈ പവറിൽ നിന്ന് കിട്ടുന്ന ടി ഇവിടെ ഈ ടോർഷൻ ഇക്വേഷൻ എത്തുമ്പോൾ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. ഇനി ഇവിടുന്ന് ചിലപ്പോൾ അങ്ങോട്ടും ചെയ്യേണ്ടി വരും, അത് ഓരോ പ്രോബ്ലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ടി എന്താണ്, മില്ലിമീറ്ററിലാണ്. അത് ഈ പവറിൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കണം, മില്ലിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ മീറ്ററിനെ മീറ്ററിലേക്കും നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 1000 കൊണ്ട് ഹരിക്കണമെന്നും 1000 കൊണ്ട് ഗുണിക്കണമെന്നും ഞാൻ പഠിപ്പിച്ചു തന്നു, അത് മനസ്സിലുണ്ടാവണം. മറ്റൊരു ഇക്വേഷൻ നമുക്ക് നോക്കി നോക്കാം. ഇന്ന് 2 ഇക്വേഷൻ നമുക്ക് പഠിച്ചാൽ മതി, കൺഫ്യൂഷൻ ആവണ്ട. ഇനി 2 ഇക്വേഷൻ പഠിച്ചതിന് ശേഷം പ്രീവിയസ്ലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ചെയ്യണം ആ പ്രോബ്ലംസ്, എന്നിട്ട് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരാം. ഓക്കെ. ഇവിടെ ചോദ്യം, ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ ഷാഫ്റ്റ്. ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടത് പവറാണ്. ഒരു സർക്കുലർ ഷാഫ്റ്റ് എന്നതുകൊണ്ട് അത് സോളിഡ് ഷാഫ്റ്റ് ആണ്, ഹോളോ ഷാഫ്റ്റ് അല്ല. ഹോളോ ഷാഫ്റ്റ് ആണ് ഈ പ്രത്യേകത, ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ചെയ്യും. ഓക്കെ. ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് 50 millimeter diameter at 120 rpm. 50 millimeter diameter എന്താ, ഡി ആണല്ലേ, ഡി സി ഈക്വൽ ടു 50 millimeter. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. അറ്റ് 120 rpm അല്ലേ, rpm സ്പീഡാണ്. സോ n is equal to 120 rpm എന്നുള്ളതാണ്. The maximum shear stress in the shaft is not exceeded 60 Newton per millimeter square. ടോ എന്താണ്, 60 Newton per millimeter square ആണ്. ഇതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പി സി ഈക്വൽ ടു 2πnt/60. ഇവിടെ n ഉണ്ട് 120 rpm, 2πയുടെ വാല്യൂ അറിയാം, 60 എന്ന് ഇവിടെ ഉണ്ട്, ടി നമുക്കറിയില്ല, ടീൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ടീൻ്റെ വാല്യൂ കണ്ടെടുത്താൽ ടോർഷൻ ഇക്വേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ നോക്കി ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലായതുകൊണ്ട് ഡയമീറ്ററിൽ എന്തായിരിക്കും, മില്ലിമീറ്ററിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഷിയർ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണെങ്കിൽ ഡയമീറ്റർ മില്ലിമീറ്ററിലായിരിക്കും, ടോർക്ക് ആ ടോർഷൻ ഇക്വേഷനിൽ എന്തായിരിക്കും, മില്ലിമീറ്ററിലായിരിക്കും. അതൊക്കെ നോക്കുക.
ദെൻ നമുക്കറിയാം ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, ടോ ഇൻറ്റു സെഡ് പി അല്ലേ. ടോ ഇൻറ്റു സെഡ് പി ഇവിടെ എന്താ പൈ ഡി ക്യൂബ് ബൈ 60 എന്നാണ്. സെഡ് പി സോളിഡ് ഷാഫ്റ്റിൻ്റെയാണ്. അതിൽ നമ്മൾ പൈൻ്റെ വാല്യൂ കൊടുത്തു, 15ൻ്റെ വാല്യൂ, ഡീൻ്റെ വാല്യൂ എന്ത് കൊടുത്തു, 15 കൊടുത്തു. ക്യൂബ് ഉണ്ട്, ക്യൂബ് ഡിവൈഡ് ബൈ 16 ഇൻറ്റു ടോ എത്ര 60 ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. അത് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. 147.1875 ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇതാണ് ഈ ഒരു ഇത്രയും ഭാഗം ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. ഇവിടെ പൈ ഞാൻ 3.14 എന്നാണ് കൊടുത്തുള്ളൂ കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടുന്ന പൈ ആകുമ്പോൾ ഇതിൽ ചിലപ്പോൾ 114.72 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കുക. ഞാൻ 3.14 കൊടുത്തിട്ടുള്ളത്. സോ 147.875 ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. ഞാൻ നേരത്തെ പറഞ്ഞു പവറിലേക്ക് ഇനി ഈ കിട്ടുന്ന ടി അങ്ങോട്ട് കൊടുക്കണം, പവറിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കണം, നല്ല പവർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നുള്ളത് പവറിൻ്റെ ഇക്വേഷനിലേക്ക് പോകുമ്പോൾ ന്യൂട്ടൺ മീറ്ററിലേക്ക് നമ്മൾ മാറ്റണം. പവറിൽ എപ്പോഴും ന്യൂട്ടൺ മീറ്ററിലാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പവറിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുക? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. 1000 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കുക? 1471.8 വരും, 87 വരും. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾ 1000 കൊണ്ട് ഹരിച്ചു നോക്ക്. ഇതിപ്പോൾ എത്ര വരിക? 1, 10, 100, 1000, 16 ലക്ഷം, 10 ലക്ഷം. 14,71,875 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നുള്ളത് 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തിലേക്ക് മാറും? 1471.87 എന്ന വാല്യൂയിലേക്ക് മാറും. അതാണ് 1471.87 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ അപ്പോൾ വാല്യൂ കിട്ടി നമുക്ക്. ഇനി പവറിൻ്റെ ഇക്വേഷൻ പി സി ഈക്വൽ ടു 2πnt/60. എന്തുകൊണ്ടാണ് 2πnt/60 എന്നുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്തത്? പി സി ഈക്വൽ ടു ടി ഒമേഗ എന്നുള്ള ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ. എന്താ നമ്മൾ സെലക്ട് ചെയ്യാത്തത്? ഇവിടെ സ്പീഡ് ആർ പി എമ്മിലാണ്. സ്പീഡ് ആർ പി എമ്മിലാണെങ്കിൽ 2πnt/60 എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ പി സി ഈക്വൽ ടു ടി ഒമേഗ എന്നുള്ള ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക്. അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കോംപ്ലിക്കേഷൻസ് ഈ ന്യൂട്ടൺ മീറ്ററിന് അങ്ങോട്ടും ന്യൂട്ടൺ മില്ലിമീറ്ററിന് അങ്ങോട്ടൊക്കെ മാറ്റലാണ്. അതിൻ്റെ ഒരു ലോജിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. 8 മാർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ പി സി ഈക്വൽ 2πnt/60 എന്നാണ്. 2π n 120 RPM ആണ്. ടി 1471.87 ഡിവൈഡ് ബൈ 60 എന്ത് വാല്യൂ കിട്ടി? 18,486.75 വാട്ട് കിട്ടി. അതിന് കിലോ വാട്ടിക്ക് താഴെ കിലോ വാട്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ വാട്ട് എഴുതിയാൽ മതി. ഈ വാട്ടിനെ കിലോ വാട്ടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. കിലോ വാട്ടിനെ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ വാട്ടിനെ കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഹരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലായിരിക്കണം നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന പോയിന്റുകളാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഈ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നടക്കും. എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. മലയാളത്തിലാണെങ്കിലും കുഴപ്പമില്ല, ആ കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനോടൊപ്പം നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ നിന്ന് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഈ ടോർഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് സോളിഡ് ഷാഫ്റ്റ് ആണോ ഹോളോ ഷാഫ്റ്റ് ആണോ എന്നുള്ളതാണ്. രണ്ടാമത് പരിശോധിക്കേണ്ടത് സ്പീഡ് ആർ പി എമ്മിലാണോ റേഡിയൻ പെർ സെക്കൻഡിലാണോ എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.